ഇന്ത്യയിലെ മൺസൂൺ സ്റ്റോക്കുകളിൽ നിന്ന് എങ്ങനെ പണം സമ്പാദിക്കാം എന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ കുറഞ്ഞ മഴയിലെ സ്ട്രാറ്റജിയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കാരണം 92% മഴ മാത്രം 2026 മൺസൂണിൽ ലഭിക്കും എന്ന പ്രവചനങ്ങൾ വരുമ്പോൾ വിപണിയെ ആശങ്കയിൽ ആഴ്ത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. സ്മാർട്ട് ഇൻവെസ്റ്റർമാർ ഈ അവസരം എങ്ങനെ ഉപയോഗിക്കണം? കഴിഞ്ഞ വീഡിയോയിൽ പറയാത്ത മഴക്കാലം കഴിഞ്ഞാൽ കുതിച്ചുയരാൻ സാധ്യതയുള്ള 5 ഓഹരികളെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. മഴ കുറയുമ്പോൾ കൃഷി നശിക്കും എന്ന് കരുതി പേടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ അവരുടെയൊക്കെ പ്രതീക്ഷകൾക്ക് വിഭിന്നമായിട്ട് ഓരോ പ്രതിസന്ധിയിലും ഒരു ലാഭ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ അനലിസ്റ്റ്. അപ്പോൾ എല്ലാവരും ആശങ്കപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ലാഭത്തിനുള്ള അവസരങ്ങൾ കണ്ടെത്തുന്നത്? ഇത്തവണത്തെ ബിലോ നോർമൽ മൺസൂൺ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ചിന്തയെ ക്ലാസിക് മൺസൂൺ സ്റ്റോക്കുകളിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തീം വാട്ടർ മാനേജ്മെന്റ്, പ്രോസസ് മൺസൂൺ റിക്കവറിയാണ്. ഇതിനെ നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ മഴ കുറവാണ് എന്ന് കേൾക്കുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, വെള്ളത്തിന്റെ ദൗർലഭ്യം നേരിടാനുള്ള വഴികൾ ആളുകൾ തേടും. രണ്ടാമത്, മഴക്കാലം വേഗം അവസാനിക്കുന്നതോടെ മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ വേഗത്തിൽ തുടങ്ങും. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മഴയിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ ഭൂമിക്കടിയിൽ നിന്നോ മറ്റ് ജലസ്രോതസ്സുകളിൽ നിന്നോ എത്തിക്കേണ്ടി വരും. ഇത് ഇറിഗേഷൻ സൗകര്യങ്ങൾക്കും പമ്പ് സെറ്റുകൾക്കും പൈപ്പുകൾക്കും വലിയ ഡിമാൻഡ് ഉണ്ടാക്കിയേക്കും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹിഡൻ ഓപ്പർച്യൂണിറ്റി. അതോടൊപ്പം മഴ കുറഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലെയുള്ളവയ്ക്ക് കൂടുതൽ പ്രവൃത്തി ദിനങ്ങൾ ലഭിക്കുകയും കൂടാതെ മൺസൂൺ കഴിഞ്ഞാൽ ഉടൻ വരുന്ന ഉത്സവ സീസൺ വിപണിയിൽ പുതിയ ഉണർവുണ്ടാവുകയും ചെയ്യും. ഈ 2 സാധ്യതകളും അല്ലെങ്കിൽ ഈ 2 ഐഡിയകളും മുന്നിൽ കണ്ട് ചില ഓഹരികൾ നമ്മൾ ഇപ്പോൾ തന്നെ റഡാറിൽ വയ്ക്കുകയാണ്. പുതിയ സെക്ടറുകളും സ്റ്റോക്കുകളും. പുതിയ സാഹചര്യത്തിൽ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള സെക്ടറുകളെയും കമ്പനികളെയും കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകാം. ഒന്നാമത്തെ സെക്ടർ പൈപ്സ് ആൻഡ് ഇറിഗേഷൻ, ജലസേചനം. മഴ കുറയുമ്പോൾ ജലലഭ്യത കുറയുകയും കർഷകർ ഭൂഗർഭ ജലത്തെ കൂടുതൽ ആശ്രയിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യും. ഇതൊരു പുതിയ ഡിമാൻഡ് സൈക്കിളിൽ തുടക്കമിടുകയും ചെയ്യും. ഭൂമിക്കടിയിലെ വെള്ളം മുകളിൽ എത്തിക്കാൻ കൂടുതൽ കുഴൽ കിണറുകൾ ആവശ്യമായിട്ട് വരും. ഈ വെള്ളം കൃഷിയിടങ്ങളിലെ കാര്യക്ഷമമായിട്ടും കൃത്യമായിട്ടും എത്തിക്കാൻ പമ്പ് സെറ്റുകളും HDPE PVC പൈപ്പുകളും ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റങ്ങളും വ്യാപകമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കമ്പനികൾക്കാണ് ഇതൊരു വലിയ അവസരമായിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു കമ്പനികളെ പറ്റി നോക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ വരുന്നത് ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ പ്രിൻസസ് പൈപ്സ്. കാർഷിക മേഖലയിലെ PVC പൈപ്പുകൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരാൻ സാധ്യതയുള്ള സമയമാണ്. ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് അഗ്രി പൈപ്പ് സെഗ്മെന്റിലെ ഒരു മാർക്കറ്റ് ലീഡറാണ്. പ്രിൻസ് പൈപ്സ് ആകട്ടെ കാർഷിക മേഖലയിലും അതുപോലെ തന്നെ ബോർവെൽ, ഡ്രെയിനേജ് ആവശ്യങ്ങൾക്കായിട്ട് വിപുലമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കമ്പനിയാണ്. കുറഞ്ഞ മഴ കാരണം ഭൂഗർഭ ജലത്തെ ആശ്രയിക്കുന്നവർ കൂടുമ്പോൾ ഈ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ കൂടി വരികയും ചെയ്യും. അടുത്തതായിട്ട് കിർലോസ്കർ ബ്രദേഴ്സ് 1888 സ്ഥാപിതമായ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും പഴയ പമ്പ് നിർമ്മാതാക്കളിൽ ഒന്നാണ്. ജലസേചനം, വ്യാവസായികം, ഗാർഹികം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കുള്ള പമ്പുകളുടെ വിപണിയിലെ മുൻനിരക്കാരാണ്. വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള വിശ്വസനീയമായിട്ടുള്ള സൊല്യൂഷനുകൾ നൽകുന്നതിലൂടെ ഇവരുടെ ദീർഘകാല വൈദഗ്ധ്യം കുറഞ്ഞ മഴക്കാലത്ത് നല്ല മുതൽക്കൂട്ട് നൽകുകയും ചെയ്യും. അടുത്ത മേഖല നമുക്ക് നോക്കാം. സ്പെഷ്യാലിറ്റി അഗ്രോ കെമിക്കൽസ്, അതായത് വിള സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. മഴ കുറയുന്നതും താപനില കൂടുന്നതും ചെടികൾക്ക് വലിയ സ്ട്രെസ് ഉണ്ടാക്കുന്നു. കാലാവസ്ഥാപരമായിട്ടുള്ള സമ്മർദ്ദം ചെടികളുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധ ശേഷി കുറയ്ക്കുകയും കീടങ്ങൾക്കും രോഗങ്ങൾക്കും എളുപ്പത്തിൽ ഇരയാകാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യും. ഇത് വിളവിനെ സാരമായിട്ട് ബാധിക്കാനും തങ്ങളുടെ വിളവ് സംരക്ഷിക്കാൻ കർഷകർ മികച്ച നിലവാരത്തിലുള്ള കീടനാശിനികളും മറ്റു വിള സംരക്ഷണ ഉൽപ്പന്നങ്ങളെയും ആശ്രയിക്കേണ്ടി വരും. അതിനാൽ ഈ രംഗത്ത് ശക്തമായിട്ടുള്ള ഉൽപ്പന്ന നിരയുള്ള കമ്പനികൾക്ക് ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യും. ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം PI ഇൻഡസ്ട്രീസ്. ഈ കമ്പനിയുടെ ഒരു പ്രധാന പ്രത്യേകത അവരുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം കസ്റ്റം സിന്തറ്റിക് മാനുഫാക്ചറിംഗ് എന്ന ബിസിനസ് മോഡലിൽ നിന്നാണ് വരുന്നത്. ആഗോള കമ്പനികൾക്കായിട്ട് കരാർ അടിസ്ഥാനത്തിൽ രാസവസ്തുക്കൾ നിർമ്മിച്ചു നൽകുന്ന ഈ രീതി ഇന്ത്യൻ മൺസൂണിലെ ഏറ്റക്കുറച്ചുകൾ ഇവരെ കാര്യമായിട്ട് ബാധിക്കാതിരിക്കാൻ സഹായിക്കുന്നു. ഇതൊരു മികച്ച ഡീ റിസ്കിംഗ് ഫാക്ടറാണ്. അതായത് UPL, യുണൈറ്റഡ് ഫോസ്ഫറസ്, 130-ലധികം രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ആഗോള അഗ്രോ കെമിക്കൽ കമ്പനിയാണ്. ഇവരുടെ ഒരു ഗ്ലോബൽ സമീപനം ഏതെങ്കിലും ഒരു രാജ്യത്തെയോ വിപണിയോ ആശ്രയിക്കുന്നതിൽ നിന്ന് കുറയ്ക്കുന്നു. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും ആഗോള വിപണിയും ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മേഖലയിലെ മൺസൂൺ ഇവരുടെ മൊത്തത്തിലുള്ള ബിസിനസിനെ കാര്യമായിട്ട് ബാധിക്കാനേ പോകുന്നില്ല. അടുത്തായിട്ട് പോസ്റ്റ് മൺസൂൺ റിക്കവറിയിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് മനസ്സിലാക്കാം. നിർമ്മാണം, പെയിന്റിംഗ്, ആ ഒരു മേഖലയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാരണയായിട്ട് കനത്ത മഴ കാരണം നിർമ്മാണ, പെയിന്റിംഗ് ജോലികൾ മൺസൂൺ കാലത്ത് അല്ലെങ്കിൽ നിർത്തിവെക്കുകയൊക്കെയാണ് പൊതുവെയുള്ള പതിവ്. എന്നാൽ മഴ കുറയുകയോ നേരത്തെ അവസാനിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു പ്രവർത്തനരഹിതമായിട്ടുള്ള കാലയളവ് റീഗെയിൻ ചെയ്യാനും പെട്ടെന്ന് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന അധിക പ്രവർത്തന ദിവസങ്ങൾ സിമന്റ്, പെയിന്റ് തുടങ്ങിയവയുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഉത്സവ സീസൺ തൊട്ടു മുന്നിൽ എത്തുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡിമാൻഡ് ഇരട്ടിയാകാനും സാധ്യതയുണ്ട്.
അതുകൊണ്ട് തന്നെ അൾട്രാടെക് സിമന്റ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിമന്റ് നിർമ്മാതാക്കളായിട്ടുള്ള ഇവർ രാജ്യത്തെ പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികളിലും പങ്കാളികളാണ്. ആ ഒരു സ്റ്റോക്ക് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വെച്ച് പോകാൻ കഴിയും. മഴ കുറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ സീസൺ നേരത്തെ തുടങ്ങാനും കൂടുതൽ നാൾ നീണ്ടു നിൽക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ സാധ്യതകളും നമുക്ക് മുന്നിലുണ്ട്. ഇത് സിമന്റിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. മാർക്കറ്റ് ലീഡർ എന്ന നിലയിൽ അൾട്രാടെക്കിന് ഗുണകരമാകുകയും ചെയ്യും. അതുപോലെ തന്നെ ഏഷ്യൻ പെയിന്റ്സ് വിപണിയിലെ അധികായരായിട്ടുള്ളവർക്ക് അതിവിപുലമായിട്ടുള്ള ഒരു വിതരണ ശൃംഖല തന്നെ ഉണ്ട്. ഇത് രാജ്യത്തുടനീളം ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ എത്തിക്കാൻ സഹായിക്കുകയും മഴക്കാലം കഴിയുന്നതോടെ വീടുകൾ അറ്റകുറ്റപ്പണി ചെയ്യാനും പെയിന്റ് ചെയ്യാനും ഒക്കെ ആളുകൾ തയ്യാറെടുക്കുന്നു. തൊട്ടു പിന്നാലെ വരുന്ന നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു ഉത്സവ സീസണിന്റെ ഒരു ഡിമാൻഡ് കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ശക്തമായിട്ടുള്ള ബ്രാൻഡ് മൂല്യവും വിതരണ ശൃംഖലയും കാരണം ഈ ഒരു ഡിമാൻഡ് മുതലെടുക്കാൻ ഏഷ്യൻ പെയിന്റ്സിന് എളുപ്പത്തിൽ സാധിക്കും. ഇനി സ്പെഷ്യൽ പിക്സ് ആൻഡ് ടോപ്പ് പിക്സ് സമ്മറി. നമ്മൾ ഈ പറഞ്ഞ ആ ഒരു മേഖലയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സ്പെഷ്യൽ പിക്സ്. ഇൻഷുറൻസ് മേഖല. കാലാവസ്ഥയിലെ പ്രവചനാതീതമായ മാറ്റങ്ങൾ കർഷകരുടെ ജീവിതത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഒരു വർഷത്തെ മുഴുവൻ അധ്വാനവും വരുമാനവും ഒറ്റ മോശം കാലാവസ്ഥ കൊണ്ട് നഷ്ടപ്പെടാം. ഈ സാഹചര്യത്തിൽ വിള ഇൻഷുറൻസ് ഒരു ഓപ്ഷൻ എന്നതിലുപരി ആവശ്യകതയായിട്ട് മാറുകയാണ്. മഴക്കുറവ് പോലെയുള്ള ദുരന്ത സാധ്യതകൾ വർദ്ധിക്കുമ്പോൾ സാമ്പത്തിക സുരക്ഷയ്ക്കായിട്ട് കൂടുതൽ കർഷകർ ഇൻഷുറൻസ് പരിരക്ഷ തേടും. സർക്കാർ പദ്ധതികളുടെ പിന്തുണ കൂടിച്ചേരുമ്പോൾ ഇത് ഇൻഷുറൻസ് കമ്പനികൾക്ക് വലിയ വളർച്ചാ സാധ്യത നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു മേഖലയിലുള്ള സ്റ്റോക്കുകൾ ഏതാണ്? പ്രധാനമായിട്ടും ICICI ലംബാർഡാണ്. ജനറൽ ഇൻഷുറൻസ് രംഗത്തെ ഒരു പ്രമുഖ സ്വകാര്യ കമ്പനിയാണ്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പോലെയുള്ള വിള ഇൻഷുറൻസ് പദ്ധതികൾ ഇവർ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. കാലാവസ്ഥ അനിശ്ചിതത്വങ്ങൾ വർദ്ധിക്കുമ്പോൾ കൂടുതൽ കർഷകർ ഇൻഷുറൻസ് പരിരക്ഷ നേടുന്നത് ഇത്തരം കമ്പനികളുടെ പ്രീമിയം വരുമാനം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. വെറും മഴയുടെ അളവ് നോക്കിയല്ല മഴ കുറയുമ്പോൾ വിപണിയിൽ ഉണ്ടാകുന്ന പുതിയ ട്രെൻഡുകൾ തിരിച്ചറിഞ്ഞാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. വാട്ടർ മാനേജ്മെന്റ്, പോസ്റ്റ് മൺസൂൺ റിക്കവറി എന്നിവയാണ് 2026 കുറഞ്ഞ മഴയുടെ സാഹചര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാന തീരുമാനം. 2026 ഏത് ഓഹരിയിലാണ് ഏറ്റവും വലിയ പ്രതീക്ഷകൾ വയ്ക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കാം. ഷെയർ മാർക്കറ്റിലെ ഇത്തരം ആഴത്തിലുള്ള അനാലിസിസുകൾ നമ്മുടെ ചാനലിലൂടെ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി അയച്ചു കൊടുത്തേക്ക്. തീർച്ചയായിട്ടും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുടെ ഒരു നിര തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയ അറിവുകളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും എത്താം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.